നമ്മളൊരു ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളിൽ ഏറ്റവും ഫസ്റ്റത്തെ ഒരു ചോദ്യമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സിബിൽ സ്കോർ അറിയോ, അതുപോലെ പ്രീവിയസ്ലി നിങ്ങൾ വല്ല ലോൺ എടുത്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ സിബിൽ സ്കോർ എന്നത് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നമുക്കൊരു ലോൺ കിട്ടണമെങ്കിൽ അത് ഇൻട്രസ്റ്റ് കുറവിന് കിട്ടണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സിബിൽ സ്കോർ വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ സിബിൽ സ്കോർ ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതുവരെ ഒരു ലോണോ ക്രെഡിറ്റ് കാർഡ്സോ ഒന്നും എടുക്കാത്ത ആൾക്കാർക്ക് സിബിൽ സ്കോർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ FD അഗെയിൻസ്റ്റ് ക്രെഡിറ്റ് കാർഡാണ്. നമ്മളൊരു സർട്ടൺ എമൗണ്ട് ഇപ്പോൾ നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്ക്സിലൊക്കെ ഒരു 10,000 രൂപ 15,000 രൂപയൊക്കെ നമ്മൾ കൊണ്ട് FD ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ FDയുടെ അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടും. അതൊരു സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡാണ്. എപ്പോഴും സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിബിൽ സ്കോർ പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു സിബിൽ സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 750+ ആണ്. അപ്പോൾ സിബിൽ എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല ഉള്ളത്, സിബിൽ, എക്സ്പീരിയൻ, CRIF അങ്ങനെ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നമുക്ക് മെയിനായിട്ട് ഉള്ളത്. ക്രെഡിറ്റ് ബ്യൂറോസ്. ഈ ക്രെഡിറ്റ് ബ്യൂറോസ് നമ്മുടെ റീപേയ്മെൻറ്റ് എങ്ങനെയാണ്, അതേപോലെ നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞ് നമ്മൾ ലോൺ കുറേ പ്രാവശ്യം അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ സ്കോർ നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ സിബിൽ സ്കോർ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് ഗൂഗിൾ പേയിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ഉണ്ട്. അത് ചെക്ക് ചെയ്ത് എത്രയാണ് നിങ്ങളുടെ സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. FD അഗെയിൻസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എടുത്താൽ മാത്രം പോരാ, അത് നമ്മൾ കറക്റ്റായ രീതിയിൽ വിനിയോഗിച്ചാൽ മാത്രമേ നമുക്ക് സിബിൽ സ്കോർ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 10,000 രൂപയാണ് FD ഇടുന്നതെങ്കിൽ ഭൂരിഭാഗം കേസുകളിലും ഒരു 90% ആയിരിക്കും നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു 9,000 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. 9,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്യേണ്ടത് ആ 9,000 രൂപയിൽ 30% മാത്രമാണ് നമ്മൾ പെർ മന്തിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കൊരു 1,000 2,000 രൂപയൊക്കെ ഒരു എമൗണ്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കടമെടുത്തുകൊണ്ടിരിക്കുന്നില്ല എന്നുള്ളൊരു ഫീൽ അവർക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ സ്കോർ നല്ല രീതിയിൽ ജനറേറ്റ് ആവുകയും ചെയ്യും. നമ്മളൊരു അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് എടുക്കണമെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സിബിൽ സ്കോർ വേണം. അതേപോലെ തന്നെ നമുക്ക് ഒരു ജോബ് വേണം. അത് സെൽഫ് എംപ്ലോയിഡ് ആയാലും സാലറിഡ് ആയാലും അത്യാവശ്യം സാലറിയുള്ള ഒരു പേഴ്സണാണ് നമുക്ക് കൂടുതൽ കേസുകളിലും അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ്സ് കിട്ടുക. പക്ഷേ നമ്മുടെ സിബിൽ സ്കോർ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് വരും. FD അഗെയിൻസ്റ്റ് ക്രെഡിറ്റ് കാർഡ് മാത്രമല്ല നമുക്ക് സിബിൽ സ്കോർ ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ്. നമുക്ക് ഗോൾഡ് ലോൺ ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് നമുക്ക് സിബിൽ സ്കോർ ജനറേറ്റ് ചെയ്യണമെങ്കിൽ. സിബിൽ സ്കോർ നമുക്ക് നല്ല രീതിയിലുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൻ്റെ അടുത്ത് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മുടെ കുറയ്ക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാം. ഭൂരിഭാഗം കേസുകളിൽ നമുക്ക് നല്ലൊരു സിബിൽ സ്കോർ ഒരു 800ൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരുന്നതായിട്ട് കാണാറുണ്ട്. ഫിനാൻഷ്യൽ ടൈപ്പ് വീഡിയോസ്, ക്രെഡിറ്റ് കാർഡ്സ്, ലോൺസ് അങ്ങനത്തെ കണ്ടൻസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ കാണുന്ന കൂട്ടത്തിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.